എറണാകുളം ലുലുമാളിന്റെ അവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രം മാറിയുള്ള തൃക്കാക്കര പൈപ്പ് ലൈൻ റോഡിലെ ശാന്തി ഗാർഡൻ എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിലാണ് നമ്മൾ പുതിയ ഫ്ലാറ്റ് മേടിച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഇതിന്റെ ഈ ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ്. അപ്പം ആദ്യം തന്നെ കാണുന്ന ഒരു TV യൂണിറ്റ് ഏരിയ ആണ്. നല്ല കളർ കോംബോയിൽ നല്ല ക്വാളിറ്റി ആയിട്ടാണ് അവർ TV യൂണിറ്റ് ഏരിയ നമുക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ഫ്ലാറ്റ് മേടിച്ച സമയത്ത് തന്നെ ഇൻക്ലൂഡിങ് ആയിരുന്നു. നമ്മളായിട്ട് എക്സ്ട്രാ ഒന്നും ഞാൻ അത് ചെയ്തിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ ബോളാണ്. ഇതിനകത്തെല്ലാം ബോൾ സ്റ്റിക്കേഴ്സ് ആണ് ചെയ്തിട്ട് ഇതെല്ലാം ഇൻക്ലൂഡിങ് ആയിരുന്നു. നമ്മൾ എക്സ്ട്രാ മേടിച്ചിട്ടുള്ളത് ഈ ഒരു ഫർണിച്ചർ സെറ്റാണ്. ഈ ഒരു 3 സീറ്റർ നമ്മൾ എക്സ്ട്രാ മേടിച്ചതാണ്. ഇറ്റ് ഓൾമോസ്റ്റ് കോസ്റ്റ് 16,000 16,000 രൂപയാണ് ഇതിന്റെ ഏകദേശം റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കയറി വരുമ്പോൾ ഒരു അട്രാക്ഷൻ വേണ്ടി നമ്മൾ നല്ല ഒരു കാർപ്പറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് മാറ്റാൻ നല്ലൊരു ക്യാപ്പബിലിറ്റി ഉള്ള ഒരു കാർപ്പറ്റാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലാറ്റില് ലിവിംഗ് സ്പേസും അതുപോലെ തന്നെ ഡൈനിങ് സ്പേസും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. സോ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെയാണ് ഡൈനിങ് സെറ്റ് ഇട്ടിരിക്കുന്നത്. നമ്മളൊരു സിമ്പിൾ 4 സീറ്റർ ആണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്യാൻ താല്പര്യമില്ലാത്തതും ഒരു സ്മോൾ ഫാമിലി ആയതുകൊണ്ട് ഞങ്ങളൊരു 4 സീറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 12,000 രൂപയാണ് ചെയറിന്റെ റേറ്റ്. ഓരോ ചെയറിന്റെ റേറ്റ് 3,000 രൂപ. സോ 12,000 × 2 അതായത് 24,000 രൂപയാണ് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ വേറെ ഒരു ഡിക്കോഴ്സ് നമ്മൾ ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം ഓൾറെഡി നമുക്ക് ഈ ഫ്ലാറ്റ് മേടിച്ചപ്പോൾ തന്നെ അവർ ചെയ്തിട്ടായിരുന്നു തന്നിരുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ വീടിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്, അഥവാ ഓപ്പൺ കിച്ചൺ ഏരിയ എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. എനിക്ക് ഫ്ലാറ്റ് മേടിക്കുമ്പോൾ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ഓപ്പൺ കിച്ചൺ വേണം എന്നുള്ളത്. പിന്നെ ഇവിടെ ഒരു അട്രാക്ഷൻ വേണ്ടി നമ്മൾ 2 ഹൈ സീറ്റർ ചെയറാണ് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി നമ്മൾ കട ചെന്ന സമയത്ത് ഇത് അവിടെ അവൈലബിൾ അല്ലായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സാധനം അവിടെ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇതാണ് നമുക്ക് കുറച്ച് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ. ശരിക്കും ഇവിടെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് വീടിന്റെ ഓവറോൾ ലുക്ക് ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട്. ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെയാണ്. ഈ ഹോം ടൂർ ചെയ്യുന്ന ദിവസം ഞങ്ങളിവിടെ താമസമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല. സിംപിളിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇവിടെ നേരെ കിച്ചണിലേക്ക് വരുമ്പോൾ കബോർഡ് വർക്കുകളാണ്. ഇത് എല്ലാം തന്നെ ഈ ഫ്ലാറ്റിന്റെ ഓവറോൾ കോസ്റ്റ് ഇൻക്ലൂഡിംഗ് ആണ്. നമ്മളായിട്ട് എക്സ്ട്രാ ഒന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. സോ ഭയങ്കര വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ഒരു അക്വ ഗ്രീൻ കളറാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ അട്രാക്റ്റീവ് ആണ്. ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ വെച്ചിട്ടില്ല, കാരണം ആദ്യത്തെ ദിവസം ആയതുകൊണ്ട്. പക്ഷെ വീട്ടിലെ കയറി താമസിക്കുന്ന നമുക്ക് ബേസിക് ആയിട്ട് വേണം എന്ന് എല്ലാവരും പറയുന്ന 2 സാധനങ്ങളാണ്. ഒന്ന് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞളും പൊടിയും. അപ്പോൾ എനിക്ക് കുറച്ച് ട്രഡീഷണൽ ആയ രീതിയിൽ കാര്യങ്ങളൊക്കെ വെക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഈ ഒരു ഡിക്കോർ ഭരണിക്കകത്താണ് നമ്മൾ ഉപ്പ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 75 രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചിരിക്കുന്നത്. പിന്നെ തേയിലയും പഞ്ചസാര എനിക്കിങ്ങനെ വിസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള 2 ജാർസിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ ഫ്ലാറ്റിലെ പാല് കാച്ചി തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾക്ക് അടുപ്പൊന്നും സെറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കാത്തത് കൊണ്ടും ഗ്യാസ് കണക്ഷൻ എടുത്തില്ല. അതുകൊണ്ട് നമ്മൾ പാല് കാച്ചിന് പ്രസ്റ്റേജിന്റെ ഈ ഒരു കീഴിൽ ഇൻഡക്ഷൻ കുക്കറിലാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വാഷ് കൗണ്ടറാണ്. അത് ചെയ്തിരിക്കുന്നത് മൊറോക്കൻ ടൈലാണ്. വളരെ സിമ്പിൾ എലഗന്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലാറ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കോമൺ ബാത്റൂം കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാത്തിങ് ഏരിയയും ടോയ്ലറ്റ് ഏരിയയും സെപ്പറേറ്റ് ആയിട്ടാണ് കൂടുതൽ കംഫോർട്ടിന് വേണ്ടി അവർ ചെയ്തിരിക്കുന്നത്. ആദ്യം ഈ റൂമിൽ ഒരു കിങ് സൈസ് ഒരു ക്വീൻ സൈസ് ബെഡ് ഇടാമെന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്നത്. പിന്നെ അതിട്ട് കഴിഞ്ഞാൽ റൂം ഒരുപാട് കൺജസ്റ്റ് ആയി പോകും എന്നൊരു കൺസേൺ വന്നപ്പോഴാണ് നമ്മളത് ഡബിൾ ബെഡ് കോട്ട് എന്ന കൺസെപ്റ്റിലേക്ക് ഒതുക്കിയത്. കോട്ടും അതുപോലെ തന്നെ ഈ ഒരു ബെഡിന്റെയും കൂടെ ഓൾമോസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 20,000 രൂപയാണ്. പിന്നെ ഇവിടെയുള്ള മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ റൂമിൽ നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത് ഒരു 3 ഡോർ വാർഡ്രോബാണ്. ഏകദേശം 19,000 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഈ റൂമിനകത്തുള്ളത് ഒരു ഫസ്റ്റ് തന്നെയുള്ള ഒരു ഡ്രസ്സിംഗ് മിററാണ്.
അതിനകത്ത് നല്ല സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 3 ഡോർ വാർഡ്രോബ്, പിന്നെ ഉള്ളത് ഡബിൾ കോട്ട് ബെഡ്. പിന്നെ ഈ റൂമിൽ ആവശ്യത്തിൽ കൂടുതൽ കബോർഡുകൾ വർക്കുകൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് മേടിച്ചപ്പോൾ തന്നെ ഇൻക്ലൂഡിങ് ആണ്. ഞങ്ങളുടെ ഈ ഒരു ചെറിയ ഫ്ലാറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി എന്തൊക്കെ ചെയ്താൽ ഇത് കൂടുതൽ ഭംഗിയാകുമ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ ചേഞ്ചസ് വരുന്നതാണ്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഈ ഫ്ലാറ്റ് മേടിച്ചത് എന്ന് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ 1 വർഷമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ഡ്രീം ആയിരുന്നു ഒരു ഫ്ലാറ്റ് മേടിക്കുക എന്നുള്ളത്. ആദ്യം തന്നെ കുറച്ച് ഫ്ലാറ്റുകളൊക്കെ പോയി കണ്ടിട്ട് ഇപ്പം മേടിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ പല കാരണങ്ങളാൽ ഞങ്ങൾക്കത് മേടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അത് ഓരോ കാര്യങ്ങളും ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊക്കെ കൺസേൺസ് ആണ് വേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുകയും ഞങ്ങൾ അതിൽ നിന്നാണ് പിന്നെയുള്ള സെർച്ചിങ് ചെയ്യുകയും ചെയ്തത്. ഏകദേശം 1 വർഷത്തോളം ഞങ്ങൾ നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഫ്ലാറ്റിലേക്ക് ഞങ്ങൾ എത്തിയത്. സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെന്റ് വഴിയാണ് ഞങ്ങൾ ഈ ഫ്ലാറ്റിലേക്ക് എത്തപ്പെട്ടത്. പിന്നീട് ഞങ്ങൾ ഓണേഴ്സുമായിട്ട് നേരിട്ട് സംസാരിക്കുകയും നമുക്കും അവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്തിട്ടാണ് ഈ ഫ്ലാറ്റ് മേടിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ ഫ്ലാറ്റ് മേടിച്ചതിന് ശേഷം ഇതിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്ന എക്സ്ട്രാ മണി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിൻഡോസ് നമ്മൾ ചേഞ്ച് ചെയ്ത് സ്ലൈഡിംഗ് വിൻഡോ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ ഫർണിച്ചർ അത് ഏകദേശം 1,12,000 രൂപയായിട്ടുള്ളത്. സോ ഏകദേശം 1.5 ലക്ഷം, 1.5 തൊട്ട് 1.25 ലക്ഷം രൂപയാണ് ഞങ്ങൾ എക്സ്ട്രാ ഈ ഫ്ലാറ്റിന് വേണ്ടി ചെലവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു ഫ്ലാറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വിഷസ് എ ഗുഡ് ലക്ക്. ബൈ.